ഹലോ ഗൈസ്, അപ്പൊ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അവിട്ടം ദിനത്തിലെ ആഘോഷങ്ങളിലേക്കും അതുപോലെ തന്നെ വിശേഷങ്ങളിലേക്കുമാണ്. ഈവനിങ് ഒരു 4:35 ഒക്കെ ആയപ്പോഴത്തേന് എല്ലാവരും വന്നു കേട്ടോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഈ വരുന്നവരെയൊക്കെ സ്വാഗതം ചെയ്യുക, അതുപോലെ തന്നെ ചുമ്മാ അവിടെ ക്യാമറ പിടിച്ചുകൊണ്ട് നിൽക്കുക, അതൊക്കെയായിരുന്നു എൻ്റെ പണി. മമ്മിക്ക് വയ്യാത്തതുകൊണ്ട് അങ്കിൾമാരെ ആൻറ്റിമാരും പറഞ്ഞ് സാരമില്ല, സൂസനൊന്നും ചെയ്യണ്ട, എല്ലാം ഞങ്ങൾ തന്നെ വന്ന് ചെയ്തോളാം എന്ന് പറഞ്ഞ് ആൻറ്റിമാരും അങ്കിൾമാരും എല്ലാവരും വന്ന പടി അടുക്കള കയറി ഫുൾ പ്രിപ്പറേഷനിലായിരുന്നു. അങ്കിൾമാരെല്ലാം കൈകോർത്ത് നല്ല അടിപൊളി സ്പെഷ്യൽ ഒരു പായസമൊക്കെ ഉണ്ടാക്കി കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. എല്ലാം കൊണ്ടും വളരെ റിച്ച് ആയിരുന്നു ആ പായസം കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും അതുപോലെ നട്ട്സ് ആണെങ്കിലും എല്ലാം നിറച്ചതിനകത്തുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ മമ്മിയെ ഒരുക്കി കേട്ടോ. ആൻറ്റിമാരെല്ലാം മമ്മീനെ ഒരുക്കി. മമ്മിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായിരുന്നു, ഓണത്തിന് എനിക്ക് ഒരുങ്ങാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ട്. ആ വിഷമമൊക്കെ ആൻറ്റിമാർ വന്ന് എല്ലാം മാറ്റി കൊടുത്തു. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഓണക്കളിയിലോട്ട് കടന്നു കേട്ടോ. ഒരുപാട് ഗെയിംസ് കളിച്ചു. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഗെയിംസ്. അപ്പോൾ ഈ ആൻറ്റിമാർക്കും അതുപോലെ തന്നെ അങ്കിൾമാരും ഒക്കെ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മളെല്ലാവരും ഗെയിംസ് കളിച്ചു. ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര ആഘോഷമായിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഇവർ എനർജി ആട്ടോ. ഭയങ്കര എനർജിയാണ് ഇവർക്ക്. എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള രീതിയിലുള്ള എനർജി. ഈ പ്രായത്തിൽ മിക്കവാറും ഞാൻ എത്തുമ്പോഴത്തേന് ഞാൻ ഏതെങ്കിലും മൂലയ്ക്ക് ചുരുണ്ട് കൊടുത്തേ ഉള്ളൂ. അതിനുശേഷം ഞങ്ങൾ അടുത്ത ഗെയിമിലോട്ട് കടന്നു. അതായിരുന്നു കണ്ണ് കെട്ടി കലവടി കേട്ടോ. ഈ ഗെയിം വൻ കോമഡി ആയിരുന്നു കേട്ടോ. ഞാൻ ഉൾപ്പെടെ പലർക്കും കറക്റ്റ് അവിടെ അടുത്തെത്തിയിട്ട് പൊട്ടിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നു കേട്ടോ. അല്ലെങ്കിലും ഞാൻ ഈ ഗെയിമിൽ ഭയങ്കര അൺലക്കിയാണ്. ഞാൻ എപ്പോഴൊക്കെ ഈ ഗെയിം കളിച്ചിട്ടുണ്ടോ എനിക്കിത് പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ പപ്പ വന്നു. പപ്പ രക്ഷയില്ല. പപ്പ പരിസരത്ത് പോലും എത്തിയില്ലായിരുന്നു. പിന്നെ ജിബിനച്ചാൻ വന്നൊരു കലയൊക്കെ പൊട്ടിച്ചേട്ടോ. ജോബിൻ അച്ചാച്ചൻ വന്നു, പൊട്ടിക്കാൻ പറ്റിയില്ല. അതിനുശേഷം പിന്നെ ഞാൻ വന്നു. ഞാനാണെങ്കിൽ ആ ഭാഗത്തോട്ടേ പോയിട്ടില്ലായിരുന്നു. അതിനുശേഷമുള്ള അടുത്ത ഈവൻ്റ് ആയിരുന്നു മെഴുകുതിരി കത്തിച്ചോട്ടം. ആൻറ്റിമാരും അങ്കിൾമാരും ഞങ്ങളെല്ലാവരും കളിച്ചു. അതിനുശേഷം നാരങ്ങ സ്പൂൺ മത്സരം ഉണ്ടായിരുന്നു. അതും ഞങ്ങൾ എല്ലാവരും കളിച്ചു. അതിലും ഞാനൊന്നും ഇന്നും എത്തിയില്ല കേട്ടോ. അങ്ങനെ ഗെയിംസിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും ഒത്തിരി നേരം ഡാൻസൊക്കെ കളിച്ചു. പാട്ടൊക്കെ ഇട്ട് എല്ലാവരും ഡാൻസ് കളിച്ചു. ആരും മാറിയുന്നില്ല കേട്ടോ. എല്ലാവരും ആൻറ്റിമാരാണെങ്കിലും അങ്കിൾമാരാണെങ്കിലും അച്ചാച്ചന്മാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും എല്ലാവരും ഡാൻസ് കളിച്ചു. ഈ ഒരു ഗ്യാതറിങ്ങിന് ഒരു ഒറ്റ അർത്ഥമേ ഉള്ളൂ, അതാണ് ട്രൂ ഫ്രണ്ട്ഷിപ്പ്. ലോവർ പ്രൈമറി തൊട്ടുള്ള ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഇവർ കൊണ്ടുപോകുന്നുണ്ട്. അതിനൊരു ബിഗ് തംസ് അപ്പ്. ഈ ഒരു ഗ്യാതറിങ്ങിൽ പല കാരണങ്ങളാൽ പങ്കുചേരാൻ പറ്റാതെ പോയ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഉണ്ട്. അവരെ ഞാൻ ഇനി മുമ്പോട്ടുള്ള വീഡിയോസിലൊക്കെ നിങ്ങളെ കാണിച്ച് പരിചയപ്പെടുന്നതായിരിക്കും. എന്നിട്ട് ഞങ്ങൾ രാത്രി ഫുഡൊക്കെ കഴിച്ചു. രാത്രി ഒരു 11:30-12 മണി ആയപ്പോഴത്തേന് ഞങ്ങൾ എല്ലാവരും യാത്ര പറഞ്ഞു. എല്ലാവരും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോയി. അപ്പോൾ ഇതായിരുന്നു അവിട്ടം ദിനത്തിലെ വിശേഷങ്ങൾ. സോ ഇറ്റ്സ് മീ യുവർ ഹിയർ കൂ സൈനിങ് ഓഫ്.